എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയെഴുത്തിലേക്ക് സ്വാഗതം. ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അന്നു രാത്രിയിൽ ഷഹർസാദ് മറ്റൊരു കഥ പറയാൻ ആരംഭിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് സുൽത്താൻ മുഹമ്മദ് എന്നു പേരായ ഒരു ഖലീഫ ഈജിപ്തിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം ജനങ്ങളെ സ്നേഹിച്ചു. പിതാവിന്റെ കാലത്ത് നിലവിലിരുന്ന ക്രൂരമായ പല നടപടികളും നിർത്തലാക്കി. അച്ഛൻ സമ്പാദിച്ചു കൂട്ടിയ സ്വത്ത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. കവികളെയും പണ്ഡിതന്മാരെയും ആദരിച്ചു. ധീരന്മാരെ മാനിച്ചു. ദാനധർമ്മങ്ങൾ കൊണ്ട് പാവങ്ങളെ സഹായിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പലതവണ നൈൽ നദി കരകവിഞ്ഞൊഴുകി. നദീതടങ്ങളിൽ ധാന്യം ധാരാളമായി വിളഞ്ഞു. കച്ചവടക്കാരുടെ മടിശീലകളിൽ സ്വർണ്ണ നാണയങ്ങൾ നിറഞ്ഞു. ഒരു ദിവസം സുൽത്താൻ മുഹമ്മദ് നാട്ടിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്തി. അവരുടെ ചുമതലകൾ എന്തൊക്കെയെന്നും ശമ്പളം എത്രയാണെന്നും ചോദിച്ചറിഞ്ഞു. കുറഞ്ഞ ശമ്പളത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചും ജോലി കുറച്ചും നീതി നടത്തി. കുറഞ്ഞ ജോലിക്ക് കനത്ത വേതനം പറ്റുന്നവരെ കണ്ടുപിടിച്ച് അവരുടെ വേതനം കുറവ് ചെയ്തു. അക്കൂട്ടത്തിൽ ഒരു തടിയൻ ഷണ്ടനുണ്ടായിരുന്നു. ദുഃഖത്തോടെ വാൾ ചുമലിലേന്തി നിന്ന അയാൾ താനാണ് നാട്ടിലെ ആരാച്ചാരെന്ന് സ്വയം പരിചയപ്പെടുത്തി. വർഷങ്ങളായി പണിയൊന്നുമില്ലാത്തതുകൊണ്ട് പാവം പട്ടിണിയാണ്. കുറ്റവാളികളെ ശിക്ഷിക്കുമ്പോൾ അവരുടെ സ്വത്ത് ആരാച്ചാർക്ക് കിട്ടും. പക്ഷേ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞതുകൊണ്ട് അയാളുടെ വരുമാനവും കുറഞ്ഞു. നാട്ടിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നതുകൊണ്ട് ദുഃഖിക്കുന്നവരുമുണ്ട് എന്ന് പറഞ്ഞ് രാജാവ് ആരാച്ചാർക്ക് പ്രതിമാസം 200 ദിനാർ ശമ്പളം അനുവദിച്ചു. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം തന്റെ വാൾ ഉപയോഗിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അയാളെ യാത്രയാക്കി. അവസാനം ഒരു വൃദ്ധൻ മാത്രം അവശേഷിച്ചു. ജരാനര ബാധിച്ച് ചുക്കിച്ചുളിഞ്ഞ മുഖമുള്ള ആ വൃദ്ധന് എന്താണ് ജോലിയെന്ന് രാജാവ് ചോദിച്ചു. അങ്ങയുടെ പിതാവ് 40 വർഷം മുമ്പ് ഒരു സ്വർണപേടകം സൂക്ഷിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. പ്രതിമാസം 10 ദിനാർ ശമ്പളം തരുന്നുണ്ട്, വൃദ്ധൻ പറഞ്ഞു. ആ പേടകത്തിൽ എന്താണ്? എനിക്കറിഞ്ഞുകൂടാ തിരുമനസ്സേ. അതിങ്ങു കൊണ്ടുവരൂ, സുൽത്താൻ കൽപ്പിച്ചു. മനോഹരമായ കൊത്തുപണികളുള്ള ഒരു സ്വർണപേടകം രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അത് തുറന്നപ്പോൾ ചുവപ്പ് നിറത്തിലുള്ള കുറച്ച് പൊടിയും ഏതോ ഭാഷയിൽ ചിലത് കുത്തിക്കുറിച്ച ഒരു മാൻതോൽ കഷ്ണവും ഉണ്ടായിരുന്നു. അത് വായിച്ച സുൽത്താന് ഒന്നും മനസ്സിലായില്ല. മന്ത്രിമാരും മൗലവിമാരും വായിച്ചു നോക്കി. അവർക്കും ഭാഷ അറിഞ്ഞുകൂടാ. ഈജിപ്തിലെയും സിറിയയിലെയും പേർഷ്യയിലെയും ഇന്ത്യയിലെയും പണ്ഡിതന്മാരെ വരുത്തി. അവരും തിരിച്ചു മറിച്ചു നോക്കിയിട്ട് കൈമലർത്തി. മാൻതോലിലെ ശാസനം വായിച്ച് അർത്ഥം പറയാൻ അറിയുന്നവരുണ്ടെങ്കിൽ കൊട്ടാരത്തിൽ ഹാജരാകണമെന്ന് വിളംബരം ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ള തലപ്പാവ് ചുറ്റിയ ഒരു വൃദ്ധൻ രാജാവിനെ മുഖം കാണിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ അങ്ങയുടെ പിതാവിന്റെ സേവകനായിരുന്നു. അദ്ദേഹം എന്നെ നാടുകടത്തി. ഇന്നാണ് ഞാൻ തിരിച്ചു വന്നത്. ഈ മാൻതോലിലെ ശാസനം വായിക്കാൻ അതിന്റെ ഉടമസ്ഥന് മാത്രമേ അറിയാവൂ. ഷെയ്ഖ് ഹസൻ അബ്ദുള്ള എന്നാണ് അയാളുടെ പേര്. അയാളെ അങ്ങയുടെ പിതാവ് 40 വർഷം മുമ്പ് തുറുങ്കിലടച്ചു. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിഞ്ഞുകൂടാ. എന്തിനാണ് അയാളെ തുറുങ്കിലടച്ചത്? സുൽത്താൻ ചോദിച്ചു. ഈ ശാസനം വായിച്ചു കേൾപ്പിക്കാനും ഇതിലെ പൊടിയുടെ ഉപയോഗം പറഞ്ഞു കൊടുക്കാനും വിസമ്മതിച്ചതിനാണ്. ഷെയ്ഖ് ഹസൻ അബ്ദുള്ള ഏതെങ്കിലും കാരാഗൃഹത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നന്വേഷിക്കാൻ സുൽത്താൻ സൈന്യാധിപനെ ചുമതലപ്പെടുത്തി. സൈന്യാധിപന്റെ അന്വേഷണം കൊണ്ട് ഫലമുണ്ടായി. ഷെയ്ഖ് ഹസൻ അബ്ദുള്ള രാജാവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടു. അന്യായമായി പീഡിപ്പിക്കപ്പെട്ടതിന് സുൽത്താൻ വൃദ്ധനോട് മാപ്പ് ചോദിച്ചു. സ്വർണ പേടകം അയാൾക്ക് കൊടുത്തു. ഇത് നിങ്ങളുടേതാണ്.
ഇതിന്റെ പിന്നിലെ രഹസ്യമെന്തെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. വിരോധമില്ലെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഹസൻ അബ്ദുള്ള നിറകണ്ണുകളോടെ രാജാവിന് നന്ദി പറഞ്ഞു. അങ്ങയുടെ സന്മനസ്സിനു നന്ദി. ഈ പേടകവും ഇതിനകത്തുള്ള വസ്തുക്കളും 1000 വർണ്ണങ്ങളുടെ നഗരത്തിൽ നിന്ന് കിട്ടിയതാണ്. ആ കഥ ഞാൻ പറയാം. വൃദ്ധൻ പറഞ്ഞ കഥ ഇപ്രകാരമാണ്. കെയ്റോയിലെ മാന്യനും ധനാഢ്യനുമായ കച്ചവട പ്രമാണിയായിരുന്നു എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ ഏക പുത്രനാണ് ഞാൻ. ധാരാളം പണം ചെലവാക്കി നല്ല അധ്യാപകരെ കൊണ്ട് അച്ഛൻ എന്നെ പഠിപ്പിച്ചു. 20 വയസ്സായപ്പോൾ ഞാൻ എല്ലാ വിഷയങ്ങളിലും നല്ല പാണ്ഡിത്യം നേടി. സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം ചെയ്തു. ജീവിതം ആഹ്ലാദഭരിതമായിരുന്നു. 10 വർഷം അങ്ങനെ കഴിഞ്ഞു. പക്ഷേ വിധി എല്ലാം തകർത്തു. പ്ലേഗ് ബാധിച്ച് അച്ഛൻ മരിച്ചു. ഞങ്ങൾ താമസിച്ചിരുന്ന വീട് അഗ്നിക്കിരയായി. ചരക്കുമായി മറുനാട്ടിലേക്ക് പോയിരുന്ന എൻ്റെ കപ്പലുകൾ തകർന്നു. ഞാൻ വെറുമൊരു അഗതിയായി. പള്ളിയിൽ വരുന്ന ധനികരുടെ സഹായം കൊണ്ട് മാത്രം ജീവിതം തള്ളി നീക്കി. ചില ദിവസങ്ങളിൽ പട്ടിണി കിടന്നു. ഒരു ദിവസം കുഞ്ഞുങ്ങൾ വിശന്നു കരഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ അവളുടെ അവശേഷിച്ചിരുന്ന ഒരേയൊരു നല്ല കുപ്പായമെടുത്ത് കയ്യിൽ തന്നു. അത് വിറ്റ് കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ കുപ്പായവും കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഒരു അറബി എതിരെ വന്നു. അയാൾ ഒട്ടകത്തിൽ നിന്നിറങ്ങി എന്നോട് ചോദിച്ചു, സഹോദര, ഹസൻ അബ്ദുള്ള എന്ന വർത്തക പ്രമാണിയുടെ വീട് നിങ്ങൾക്കറിയാമോ? എൻ്റെ ദയനീയ സ്ഥിതി അയാളെ അറിയിക്കേണ്ടെന്ന് കരുതി, എനിക്കറിഞ്ഞുകൂടാ സഹോദര എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടന്നു. അറബി എൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ചോദിച്ചു, സഹോദര, നിങ്ങൾ തന്നെയല്ലേ ഹസൻ അബ്ദുള്ള? ദൈവം നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ഈ അതിഥിയെ സ്വീകരിക്കാതെ ഒഴിഞ്ഞുമാറുന്നതെന്ത്? നിവൃത്തിയില്ലാതെ ഞാൻ അയാളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കുപ്പായം വിറ്റ് അതിഥിക്ക് കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരണമെന്ന് ഭാര്യ പറഞ്ഞു. കുപ്പായം മറച്ചു പിടിച്ച് ഞാൻ പുറത്തിറങ്ങി. അറബി ചോദിച്ചു, കയ്യിലെന്താണ്? ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. ആ കുപ്പായം നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? അയാൾ ചോദിച്ചു. അതല്പം കീറിപ്പോയി, തുന്നി ചെരിപ്പെടുത്താൻ കൊണ്ടുപോവുകയാണ്, ഞാൻ കള്ളം പറഞ്ഞു. അതിഥിക്ക് വേണ്ടി അത് നിങ്ങൾ വിൽക്കരുത്. ഇതാ 10 ദിനാർ. വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊണ്ടുവരൂ. അന്ന് ഞങ്ങളെല്ലാവരും സുഭിക്ഷമായി ആഹാരം കഴിച്ചു. ദിവസേന 10 ദിനാർ വീതം അറബി തന്നു. 2 ആഴ്ച കഴിഞ്ഞു. 15-ാം ദിവസം അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങളെ ഞാൻ വിലക്കെടുക്കാം, എന്തു വേണം? ഒറ്റയടിക്ക് വധിക്കപ്പെടുന്നയാൾക്ക് 1000 ദിനാറാണ് നഷ്ടപരിഹാരമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ 1500 ദിനാറും, ഞാൻ പറഞ്ഞു. അത് കൂടുതലല്ല, ഞാൻ നിങ്ങൾക്ക് 1500 ദിനാർ തരാം. എൻ്റെ കൂടെ പോരാമോ? അങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ പട്ടിണി മാറുമെന്നതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. പക്ഷേ അമ്മയും ഭാര്യയും മാറത്തടിച്ചു കരഞ്ഞു. കുട്ടികൾ എന്നെ കെട്ടിപ്പിടിച്ചു. പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇതെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി. അറബി തന്ന പണം ഭാര്യയുടെ കയ്യിൽ കൊടുത്ത് ഒരുവിധം ഞാൻ അവരോട് വിട പറഞ്ഞു. ഞാൻ അറബിയെ പിന്തുടർന്നു. ചന്തയിൽ നിന്നും 2 നല്ല ഒട്ടകങ്ങളെ വാങ്ങി. ഒരു നീണ്ട യാത്രയ്ക്കുള്ളതെല്ലാം സംഭരിച്ചു. അന്തമില്ലാത്ത മരുഭൂമിയിലൂടെ 10 ദിവസം ഞങ്ങൾ സഞ്ചരിച്ചു. 11-ാം ദിവസം വിശാലമായ സമതലത്തിന്റെ നടുക്ക് വളരെ ഉയരത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു വെങ്കല പ്രതിമ കണ്ടു. ഒരു യുവാവിന്റെ പ്രതിമയായിരുന്നു അത്. അയാളുടെ വലതുകൈയിലെ ഓരോ വിരലിലും ഓരോ താക്കോൽ തൂക്കിയിട്ടിരുന്നു. ഓരോ താക്കോലും ഓരോ ലോഹം കൊണ്ടുണ്ടാക്കിയതാണ്. ഒന്ന് സ്വർണം, മറ്റൊന്ന് വെള്ളി, മൂന്നാമത്തേത് ചെമ്പ്,
നാലാമത്തേത് ഇരുമ്പ്, അഞ്ചാമത്തേത് ഈയം എന്നിങ്ങനെ എല്ലാം മാന്ത്രിക ശക്തിയുള്ളവ. സ്വർണത്താക്കോൽ ദുഃഖത്തിന്റെയും, വെള്ളിത്താക്കോൽ ക്ലേശത്തിന്റെയും, ചെമ്പുതാക്കോൽ മരണത്തിന്റെയും, ഇരുമ്പുതാക്കോൽ യശസ്സിന്റെയും, ഈയത്താക്കോൽ സന്തോഷത്തിൻ്റെതുമാണ്. അതാതു താക്കോൽ കൈവശമുള്ളവർ അതാതിൻ്റെ ഫലം അനുഭവിക്കാൻ ഇടവരും. പക്ഷേ ഇതൊന്നും അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങൾക്കെല്ലാം കാരണം ഈ അറിവില്ലായ്മയാണെന്ന് ഓർക്കണം. ദൈവഹിതം തടുക്കാൻ ആർക്കു കഴിയും? ഞങ്ങൾ പ്രതിമയുടെ അടുത്തു ചെന്നു. അയാൾ വിചിത്രാകൃതിയിലുള്ള ഒരു വില്ലെടുത്ത് പ്രതിമയുടെ കൈ ലക്ഷ്യമാക്കി അമ്പെയ്തു. അമ്പ് ലക്ഷ്യത്തിൽ കൊണ്ടില്ല. ഉടനെ അമ്പും വില്ലും എന്റെ കയ്യിൽ തന്ന് താക്കോലുകൾ എയ്തു താഴെയിടാൻ പറഞ്ഞു. ഞാനെയ്ത അമ്പ് സ്വർണത്താക്കോലിലാണ് കൊണ്ടത്. താക്കോൽ താഴെ വീണു. അത് നീ എടുത്തോ, അറബി പറഞ്ഞു. തുടർന്ന് വെള്ളിത്താക്കോലിനെ എയ്തു വീഴ്ത്തി. അതും അയാൾ എനിക്കു തന്നു. മൂന്നാമതും നാലാമതും അമ്പുകൊണ്ട് വീണത് ഇരുമ്പും ഈയവും താക്കോലുകളാണ്. അറബി സന്തോഷത്തോടെ അവ രണ്ടും എടുത്ത് സൂക്ഷിച്ചു വെച്ചു. ചെമ്പിന്റെ താക്കോൽ ലക്ഷ്യമാക്കി ഞാൻ അമ്പു തൊടുക്കാൻ ഭാവിച്ചപ്പോൾ അറബി ഭയന്നു വിറച്ച് അമ്പും വില്ലും പിടിച്ചു വാങ്ങി. അമ്പ് എന്റെ ഇടത്തെ പാദത്തിൽ തറച്ച് കാൽ മുറിഞ്ഞു. എന്റെ ദൗർഭാഗ്യത്തിന്റെ ആരംഭമായി. അറബി അയാൾക്കറിയാവുന്ന വിധം മുറിവ് വെച്ചുകെട്ടി എന്നെ ഒട്ടകപ്പുറത്ത് പിടിച്ചു കയറ്റി. 3 പകലും 3 രാത്രിയും ഞങ്ങൾ യാത്ര ചെയ്തു. വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്തെത്തി. മനോഹരമായ ചുവന്ന പഴങ്ങൾ കണ്ട് അതിലൊന്ന് ഞാൻ പറിച്ചെടുത്ത് കടിച്ചു. പല്ലുകൾ പഴത്തിൽ ഉറച്ചുപോയി. വാ തുറക്കാൻ വയ്യാതായി. ഉറക്കെ വിളിച്ചിട്ടും ശബ്ദം പുറത്തു വന്നില്ല. ഭ്രാന്തനെ പോലെ മുടന്തി മുടന്തി ഞാൻ അങ്ങുമിങ്ങും ഓടി. അറബി ആദ്യം ഭയപ്പെട്ടെങ്കിലും പിന്നീട് കാര്യം മനസ്സിലാക്കി. വാ തുറക്കാൻ എന്നെ സഹായിച്ചു. ഫലമുണ്ടായില്ല. വേദന കൂടിയതേയുള്ളൂ. അയാൾ ചുറ്റി നടന്ന് തറയിൽ വീണുകിടന്ന പഴങ്ങൾ പെറുക്കിയെടുത്ത് പരിശോധിച്ചു. ഒടുവിൽ ഒരെണ്ണമെടുത്ത് എന്നോട് പറഞ്ഞു, ഇതിൽ അനേകം ചെറുപ്രാണികൾ തുളച്ചു കയറിയിരിക്കുന്നത് കണ്ടോ? ഈ ജീവികൾ പഴം തിന്നു തീർത്താൽ നിനക്ക് വാ തുറക്കാൻ പറ്റും. പക്ഷേ 2-3 ദിവസം വേണ്ടിവരും. ഇങ്ങനെ 3 ദിവസം കഷ്ടപ്പെടുന്നതിനേക്കാൾ മരണമാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അറബി എന്നെ ഒരു മരത്തണലിലിരുത്തി കുറെ ചെറുപ്രാണികളെ പിടിച്ച് പഴത്തിന്റെ പുറത്തിട്ടു. അവ ജോലി തുടങ്ങി. അറബി അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചു. ഞാൻ വെള്ളം പോലും ഇറക്കാനാവാതെ അവിടെ ഇരുന്നു. ഇടയ്ക്കിടെ അയാൾ എന്നെ ആശ്വസിപ്പിച്ചു. നിങ്ങളുടെ അതിമോഹമാണ് ഈ ദുർഗതിക്ക് കാരണം. എന്തായാലും ക്ഷമയോടെ ഇരിക്കെ, എല്ലാം നേരെയാകും. കാലിലെയും വായിലെയും വേദനയും വിശപ്പും ദാഹവും ഒക്കെ കൂടി 3 ദിവസം ഞാൻ അനുഭവിച്ച ക്ലേശം പറഞ്ഞറിയിക്കാൻ വയ്യ. 3-ാം ദിവസം മോണ ചലിപ്പിക്കാമെന്നായി. അവശേഷിച്ച പഴം ഞാൻ ദൂരെ എറിഞ്ഞു. അല്പം വെള്ളം കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ ഭാണ്ഡം തുറന്നു. വെള്ളം നിറച്ചിരുന്ന സഞ്ചി ശൂന്യമായിരുന്നു. അടുത്തെവിടെയെങ്കിലും പുഴയുണ്ടോ എന്ന് നോക്കാൻ അറബി ഉപദേശിച്ചു. ഞാൻ മുടന്തി കുറെ ദൂരം ചെന്ന് ഒരു പാറയിൽ നിന്നും ഇറ്റിറ്റു വീണിരുന്ന തെളിഞ്ഞ വെള്ളം വയറു നിറയെ കുടിച്ചു. എന്നിട്ട് ഒട്ടകത്തിന്റെ പുറത്തു കയറി അറബിയെ പിന്തുടർന്നു. പക്ഷേ 10 അടി നടക്കുന്നതിന് മുൻപ് വയറുവേദന തുടങ്ങി. കുടൽ കത്തുന്നത് പോലെ തോന്നി. പിന്നെ പിടിച്ചു നിൽക്കാനാവാത്ത വിധം വയറിളക്കമായി. ആ മണലിൽ തന്നെ കുത്തിയിരുന്ന എന്റെ ബോധം നശിച്ചു. കുറെ കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ അറബി യാത്രയ്ക്ക് തയ്യാറായി. വഴിയിൽ കട്ടിയുള്ള ഇലകളും മുള്ളുകളുമുള്ള ഒരു സസ്യം വളർന്നു നിന്നിരുന്നു. അതിന്റെ മുള്ളു ചെത്തിക്കളഞ്ഞ് അറബി എനിക്ക് തന്നു. അത് തിന്നപ്പോൾ എന്റെ വിശപ്പ് മാറി. ഒരു ചെറിയ കുന്നിൻചുവട്ടിലെത്തിയപ്പോൾ അറബി പറഞ്ഞു, ഹസൻ അബ്ദുള്ള, എന്നോടുള്ള കടപ്പാട് തീർക്കാൻ ഒരവസരമാണ്. ഇന്നു രാത്രി നീ ഈ കുന്നിൻമുകളിൽ കയറി ചെല്ലണം. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് താഴെ ഇറങ്ങാം. വേദനയും ക്ഷീണവും ഉണ്ടെങ്കിലും അയാളുടെ ഭക്ഷണം സ്വീകരിച്ച സ്ഥിതിക്ക് ഞാൻ നന്ദി കാണിക്കണമല്ലോ. ഞാൻ കുന്നിന്റെ ഉച്ചിയിൽ കയറിയിരുന്നു. രാത്രിയിലെ തണുപ്പും കാറ്റും സഹിച്ചു.
പിറ്റേന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ അറബി പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും എൻ്റെ കാല് മത്തങ്ങയുടെ വലിപ്പത്തിൽ നീരുവന്ന് വീർത്തിരുന്നു. വയറ് വെള്ളം നിറച്ച തുകൽ സഞ്ചി പോലെ പെരുകി. താഴെ ഇറങ്ങാൻ തുനിഞ്ഞപ്പോൾ കാലുകൾ നിലത്തുറച്ചില്ല. മറിഞ്ഞു വീണ് ഉരുണ്ടുരുണ്ട് താഴെ വന്നു. മേലാകെ മുറിഞ്ഞു. അതൊന്നും ശ്രദ്ധിക്കാതെ അറബി മന്ത്രം ജപിച്ചുകൊണ്ട് നിന്നു. ഒടുവിൽ എൻ്റെ ഞരക്കം കേട്ട് അടുത്തു വന്നു. ഒരു കത്തിയെടുത്ത് ശരീരത്തിൽ അഞ്ഞിങ്ങു കുത്തി. നീര് വാർന്നു പോയപ്പോൾ അല്പം ആശ്വാസം തോന്നി. നിലത്ത് ചൂണ്ടിക്കാണിച്ച് അറബി പറഞ്ഞു, ഹസൻ അബ്ദുള്ള, നമ്മുടെ യത്നം സഫലമായി. ഇനി നീ ഇവിടെ കുഴിക്കണം. എണീറ്റ് നിൽക്കാനുള്ള ശക്തിയില്ലെങ്കിലും നിലം കുഴിക്കാൻ ഞാൻ സഹായിച്ചു. കുറെ മണ്ണ് മാറ്റിയപ്പോൾ ഒരു മാർബിൾ പലക കണ്ടു. അതൊരു ശവക്കല്ലറയായിരുന്നു. ഞങ്ങൾ കല്ലറ തുറന്നു. അതിനുള്ളിൽ ഏതാനും അസ്ഥികളും ഒരു കഷ്ണം മാൻതോലും ഉണ്ടായിരുന്നു. ആ മാൻതോലാണ് ഇപ്പോൾ അങ്ങയുടെ കയ്യിലിരിക്കുന്നത്. അറബി മാൻതോലിലെ അക്ഷരങ്ങൾ വായിച്ചു. അയാളുടെ കണ്ണുകൾ വിടർന്നു. സന്തോഷം കൊണ്ട് മുഖം തുടുത്തു. 1000 വർണ്ണങ്ങളുടെ നഗരത്തിലേക്കുള്ള വഴി മനസ്സിലായി. അവിടെ ചെന്നാൽ ചുവന്ന ഗന്ധകപ്പൊടി കിട്ടും. അതുകൊണ്ട് ഏതു ലോഹവും സ്വർണമാക്കി മാറ്റാം എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി. വീണ്ടും യാത്ര ചെയ്യണമെന്ന് കേട്ടപ്പോൾ എൻ്റെ ദുഃഖം ഇരട്ടിച്ചു. പക്ഷേ മറ്റു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അറബിയെ അനുഗമിച്ചു. വീണ്ടും ഒരു പർവ്വതനിര ദൃശ്യമായി. അതിനിടയിൽ ഒരു രജതരേഖ കണ്ടു. അടുത്തു ചെന്നപ്പോൾ അതൊരു നദിയാണെന്നും രസമാണ് അതിൽ കൂടി ഒഴുകുന്നതെന്നും മനസ്സിലായി. കണ്ണാടി കൊണ്ട് നിർമ്മിച്ചതും വീതി കുറഞ്ഞതും ഇരുവശവും മതിലുകളില്ലാത്തതുമായ പാലം നദിക്കു കുറുകെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒട്ടകങ്ങളെ അവിടെ മേയാൻ വിട്ടു. എന്നിട്ട് വളരെ വിഷമിച്ച് പാലം കടന്നു. കുറച്ചു നടന്നപ്പോൾ ഒരു കറുത്ത താഴ്വരയിലെത്തി. അവിടെ കറുത്ത പാറക്കെട്ടുകൾക്കിടയിൽ കറുത്ത ചെതുമ്പലുകളുള്ള വലിയ സർപ്പങ്ങൾ ഇഴഞ്ഞു നടന്നു. ഞാൻ ഭയപ്പെട്ട് അറബിയുടെ പിന്നിലൊളിച്ചു. അയാൾ പറഞ്ഞു, ഒട്ടും ഭയപ്പെടേണ്ട. തിരിച്ച് കൈറോയിലെത്തിയാൽ നമുക്ക് രാജാക്കന്മാരെ പോലെ കഴിയാം. നിങ്ങൾ അമ്പെയ്യാൻ മിടുക്കനാണല്ലോ. ഈ താഴ്വരയിൽ കറുത്ത കൊമ്പുകളുള്ള ഒരു സർപ്പമുണ്ട്. അതിനെ അമ്പെയ്തു കൊന്ന് തലയും കരളും കൊണ്ടുവരണം. അയാൾ നീട്ടിയ അമ്പും വില്ലും ഞാൻ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് വാങ്ങി. കുറെ ചുറ്റി നടന്നപ്പോൾ കൊമ്പുള്ള സർപ്പത്തെ കണ്ടു. അള്ളാഹുവിനെ ധ്യാനിച്ച് അമ്പെയ്തു. സർപ്പം പിടഞ്ഞു ചത്തു. ഞാൻ അതിൻ്റെ തലയറുത്തു. ഉടൽ കീറി കരൽ പുറത്തെടുത്തു. അത് രണ്ടും അറബിക്ക് കൊടുത്തു. അയാൾ പറഞ്ഞതനുസരിച്ച് ഞാൻ കുറെ ഉണങ്ങിയ വിറകുകൾ ശേഖരിച്ചു. അറബി ഒരു രത്നമെടുത്ത് സൂര്യന് നേർക്ക് പിടിച്ച് തീ കത്തിച്ചു. ഒരു ഇരുമ്പ് പാത്രത്തിൽ സർപ്പത്തിൻ്റെ തലയും കരളും മറ്റു ചില വസ്തുക്കളും ഇട്ട് ചൂടാക്കി. ആ കുഴമ്പ് അയാളുടെ മുതുകിൽ തേച്ചു പിടിപ്പിക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ കുഴമ്പ് തേച്ചു പിടിപ്പിച്ചു. അറബിയുടെ മുതുകിൽ 2 ചിറകുകൾ മുളച്ചു വന്നു. അവ വളർന്നു വലുതായി. അയാൾ ഭൂമിയിൽ നിന്ന് ഉയരാൻ തുടങ്ങി. ഞാൻ അയാളുടെ പുറത്ത് അള്ളിപ്പിടിച്ച് മേഘങ്ങൾക്ക് മേലെ വളരെ നേരം പറന്ന് വിശാലമായൊരു സമതലത്തിൽ ചെന്നിറങ്ങി. ചുറ്റും വെള്ളിയും സ്വർണവും കൊണ്ട് നിർമ്മിച്ച രമ്യഹർമ്മ്യങ്ങൾ കണ്ടു. അവിടുത്തെ മണൽത്തരികൾ വിവിധ വർണ്ണത്തിലുള്ള രത്നങ്ങളായിരുന്നു. സമതലത്തിന്റെ ഒരറ്റത്ത് കൊട്ടാരവും കൊട്ടാരത്തിന് ചുറ്റും ഉദ്യാനവും കണ്ടു. ഉദ്യാനത്തിലെ കാറ്റിന് കസ്തൂരിയുടെ മണമായിരുന്നു. പുഴകളിൽ തേനും പനിനീരും വീഞ്ഞും ഒഴുകി. ഉദ്യാനത്തിന്റെ മധ്യത്തിലുള്ള മണ്ഡപത്തിൽ ഒരു സ്വർണ സിംഹാസനവും അതിൽ ഒരു പേടകവും ഉണ്ടായിരുന്നു. അറബി പേടകം തുറന്നു നോക്കിയിട്ട് ആർത്ത് വിളിച്ചു, ഹസൻ അബ്ദുള്ള, ഇതാ ചുവന്ന ഗന്ധകം. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും ക്ലേശം സഹിച്ചത്. അതിനിടെ ഞാൻ നിലത്ത് കിടന്ന കുറെ രത്നങ്ങൾ വാരി കീശയിലിട്ടു. അതുകണ്ട അറബി പറഞ്ഞു, വിഡ്ഢി, അത് ദൂരെ എറിയൂ. ഇവിടെ നിന്ന് ഒരു മണൽത്തരിയെങ്കിലും പുറത്തു കൊണ്ടുപോയാൽ മരണം നിശ്ചയമാണ്. ഞാൻ രത്നങ്ങൾ ദൂരെ എറിഞ്ഞു. ഉടനെ മടക്കയാത്ര ആരംഭിച്ചു. രസമൊഴുകുന്ന പുഴയിലെ കണ്ണാടിപ്പാലം കടന്നപ്പോൾ ഞങ്ങളുടെ ഒട്ടകങ്ങൾ അവിടെ നിന്നിരുന്നു.
അവയുടെ പുറത്തു കയറി ഈജിപ്തിലെത്തി. സ്വർണത്തിലും വെള്ളിയിലുമുള്ള താക്കോലുകൾ അപ്പോഴും എൻ്റെ അരപ്പട്ടയിലുണ്ടായിരുന്നു. അതുകൊണ്ടാവാം ദുരന്തങ്ങൾ എന്നെ മാത്രം വേട്ടയാടിക്കൊണ്ടിരുന്നത്. കെയ്റോയിൽ എൻ്റെ വീട്ടിൽ വാതിൽ തുറന്നു കിടക്കുന്നതും തെരുവു നായ്ക്കൾ സ്വൈരവിഹാരം നടത്തുന്നതും കണ്ട് ഞാൻ മുറവിളി കൂട്ടി. ഒരയൽക്കാരൻ ഓടിവന്ന് പറഞ്ഞു, ഹസൻ അബ്ദുള്ള, വിധിയെ തടുക്കാൻ ആർക്കു കഴിയും? നിങ്ങളുടെ വീട്ടുകാരെല്ലാം മരിച്ചുപോയി. അത് കേട്ട് ഞാൻ മോഹാലസ്യപ്പെട്ടു. കണ്ണു തുറന്നപ്പോൾ അറബി എന്നെ ആശ്വസിപ്പിച്ചു. നാം എല്ലാം അള്ളാഹുവിൽ നിന്ന് വരുന്നു, അവൻ്റെ അടുത്തേക്കു തന്നെ മടങ്ങുന്നു. അയാൾ ഒരു കൊട്ടാരം വിലയ്ക്ക് വാങ്ങി എന്നെ കൂടെ പാർപ്പിച്ചു. എല്ലാ സുഖഭോഗങ്ങളും ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് സന്തോഷം ലഭിച്ചില്ല. അതേസമയം അറബി സുഹൃത്തുക്കളുമൊത്ത് ഉല്ലാസ ജീവിതം നയിച്ചു. ക്വിൻ്റൽ കണക്കിന് കറുത്തീയം കൊണ്ടുവന്ന് അയാൾ സ്വർണമാക്കി മാറ്റി. സ്വർണം കൊടുത്ത് സുന്ദരിമാരായ അടിമകളെ വാങ്ങി. പാട്ടും നൃത്തവും വീഞ്ഞും ആസ്വദിച്ചു. ഒരു ദിവസം സംഗീതം ആസ്വദിച്ചുകൊണ്ട് എൻ്റെ അടുത്തിരുന്ന അറബി പെട്ടെന്ന് എൻ്റെ മാറിലേക്ക് ചാഞ്ഞു. ഞാൻ താങ്ങിപ്പിടിച്ചപ്പോഴേക്കും അയാളുടെ ശ്വാസം നിലച്ചിരുന്നു. എൻ്റെ സ്നേഹിതൻ്റെ മൃതദേഹം രാജോചിതമായ രീതിയിൽ ഞാൻ സംസ്കരിച്ചു. എന്നിട്ട് അയാളുടെ വീട്ടിലെ സാധനങ്ങൾ പരിശോധിക്കുന്നതിനിടയിലാണ് ഈ പേടകം കണ്ടെടുത്തത്. അതിൽ കുറച്ച് പൊടിയുണ്ടായിരുന്നു. ഒരു രാജാവിനേക്കാൾ ധനികനാവാൻ വേണ്ട സ്വർണം ഈ പൊടി കൊണ്ട് നിർമ്മിക്കാം. പക്ഷേ അതിലെനിക്ക് താല്പര്യം തോന്നിയില്ല. അതോടൊപ്പമുണ്ടായിരുന്ന മാൻതോലിലെ ശാസനം ഞാൻ വായിച്ചു. അപ്പോഴാണ് താക്കോലുകളുടെ മന്ത്രശക്തിയെക്കുറിച്ച് എനിക്ക് മനസ്സിലായത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ദുരന്തത്തിൻ്റെതായ 2 താക്കോലുകളും ഞാൻ മൂശയിലൊരുക്കി. എൻ്റെ ദുർവിധിക്ക് അതോടെ അന്ത്യമുണ്ടാകുമെന്ന് ആശ്വസിക്കുന്നതിനിടയിൽ ഭടന്മാർ വന്ന് എന്നെ പിടിച്ചുകെട്ടി സുൽത്താൻ്റെ മുന്നിൽ ഹാജരാക്കി. അന്നത്തെ സുൽത്താൻ, അങ്ങയുടെ പിതാവ് ലോഹങ്ങൾ സ്വർണമാക്കാനുള്ള രാസവിദ്യ പറഞ്ഞു കൊടുക്കണമെന്ന് എന്നോട് ആജ്ഞാപിച്ചു. ദുരാചാരിയായൊരു ഭരണകർത്താവിൻ്റെ കയ്യിൽ അത് അപകടകരമായി തീരുമെന്നതിനാൽ ഞാൻ ആജ്ഞ നിരസിച്ചു. അദ്ദേഹം സ്വർണപേടകം പിടിച്ചെടുത്ത് എന്നെ തടവിലാക്കി. കഠിനമായി പീഡിപ്പിച്ചെങ്കിലും അതെല്ലാം നേരിടാനുള്ള കരുത്ത് ദൈവം എനിക്ക് തന്നു. മഹാരാജാവേ, ഇനി എനിക്ക് സമാധാനമായി മരിക്കാം. എന്നെ ശത്രുവായി കരുതിയവർ ഇപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ കണക്കു തീർക്കുകയാവണം. ഈ നാട് നീതിമാനായ ഒരു രാജാവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതവുമാണ്. സുൽത്താൻ മുഹമ്മദ് സിംഹാസനത്തിൽ നിന്നിറങ്ങി അബ്ദുള്ളയെ ആശ്ലേഷിച്ചു. നിങ്ങളോട് കാണിച്ച കടുത്ത അനീതിക്ക് പരിഹാരമുണ്ടാക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയ ദൈവത്തിനു നന്ദി എന്ന് പറഞ്ഞ് അബ്ദുള്ളയെ തൻ്റെ മന്ത്രിയായി നിയമിച്ചു. ദീർഘകാലം തടവിൽ കഴിഞ്ഞതുകൊണ്ടുണ്ടായ രോഗങ്ങൾക്ക് ചികിത്സ നൽകാൻ പ്രഗത്ഭരായ വൈദ്യന്മാരെ ഏർപ്പെടുത്തി. പേടകത്തിൽ അവശേഷിച്ചിരുന്ന ചുവന്ന പൊടി ഉപയോഗിച്ച് ഹസൻ അബ്ദുള്ള 1000 ക്വിൻ്റൽ സ്വർണമുണ്ടാക്കി രാജാവിന് സമ്മാനിച്ചു. ആ സ്വർണം കൊണ്ട് സുൽത്താൻ ഒരു ദേവാലയം പണിയിച്ചു. 1000 തൂണുകളും 1000 കമാനങ്ങളുമുള്ള ദേവാലയം 7000 ജോലിക്കാർ 7 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. സുൽത്താൻ മുഹമ്മദിൻ്റെ പള്ളി എന്നാണ് ആ ദേവാലയത്തിൻ്റെ പേര്. ഹസൻ അബ്ദുള്ള ആരോഗ്യം വീണ്ടെടുത്ത് 120 വയസ്സുവരെ ജീവിച്ചിരുന്നു. പിന്നെ മരണമില്ലാത്തവൻ്റെ നാട്ടിലേക്ക് മടങ്ങി.